ഹായ് ഫ്രണ്ട്സ്, ടിനോട്ടോക്കിസിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് പലർക്കും അവയർനെസ്സൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ലോൺ ആപ്പുകളുണ്ട്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ ഡോക്യുമെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയൊരു എമൗണ്ടിന് ആവശ്യം വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ലോൺ ആപ്പ് വഴി നമുക്ക് പെട്ടെന്ന് ഫണ്ട് കിട്ടും എന്നുള്ള കാരണത്താൽ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ആകുമ്പോൾ ഭർത്താക്കന്മാരറിയാതെ പെട്ടെന്ന് അവർ ഇച്ചിരി പൈസയുടെ ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചൂസ് ചെയ്യുന്ന ഒരു കൂട്ടമാണ് പ്ലാറ്റ്ഫോമാണ് അത് ലോൺ ആപ്പ്. പ്ലേ സ്റ്റോറിലും അല്ലാതെയൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ്റെ ലിങ്കുകളൊക്കെ നമുക്ക് ലഭിക്കും. ആ ആപ്പ് വഴി കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ അങ്ങനെ ഒരു ആപ്പ് വഴി ലോൺ എടുത്തു. പുള്ളിക്കാരിക്ക് പെട്ടെന്ന് കുറച്ച് ക്യാഷിൻ്റെയൊക്കെ ആവശ്യം വന്നപ്പോൾ അവർ പെട്ടെന്ന് ഒരു ലോൺ എടുത്തു. 10,000 അതിന് മാത്രമൊന്നുമില്ല, 5,000 രൂപയുടെ ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് ലോൺ ആപ്പ് എടുത്തു. ആ ലോൺ ആപ്പ് വഴി ലോൺ കിട്ടി. അത് കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും അവർ ആവശ്യപ്പെട്ടില്ല, പെട്ടെന്ന് തന്നെ ലോൺ കിട്ടുകയും ചെയ്തു. അതായത് നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ പാൻ കാർഡിൻ്റെ കോപ്പി, അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് മാത്രമേ അവർ ആവശ്യപ്പെട്ടുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അവരുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ക്രെഡിറ്റ് ആയി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവർ ആ ക്യാഷ് അടച്ചിട്ടും വീണ്ടും നിങ്ങൾ അടച്ചിട്ടില്ല, വീണ്ടും അവർ പണം ആവശ്യപ്പെട്ട് അവരെ ഫോൺ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുക, അതുപോലെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഡിസ്റ്റർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പ്രതീക്ഷിച്ച് പണം അയക്കില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരുടെ എഡിറ്റ് ചെയ്ത എഡിറ്റ് ചെയ്ത പിക്കുകളും മറ്റൊക്കെ അപ്ലോഡ് ചെയ്യും. അതിലവരെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ മൈൻഡ് ചെയ്യില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ കുറച്ച് എഡിറ്റ് ചെയ്ത് കുറച്ച് പിക്ക് അവർക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയും അതുപോലെ അവരുടെ ഫോണിലുള്ള കോൺടാക്റ്റ് ലിസ്റ്റ് ഫുള്ള്, കോൺടാക്റ്റ് നെയിം ഉൾപ്പെടെ കോൺടാക്റ്റ് ലിസ്റ്റ് ഫുള്ള് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. അതായത് എന്നിട്ട് അവരിലേക്കൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ലോൺ ആപ്പ് നിങ്ങൾ എളുപ്പ വഴിക്ക് വേണ്ടി ആരും അറിയാതെ പെട്ടെന്ന് കുറച്ച് ലോൺ കിട്ടും, പെട്ടെന്ന് അടച്ചത് ക്ലോസ് ചെയ്യാമെന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഇങ്ങനെയുള്ള ചതിക്കുകളിൽ ചെന്ന് ചാടരുത്. ഇനി അഥവാ നിങ്ങൾ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ കോൺടാക്റ്റ് ഗാലറി അങ്ങനെയുള്ള അതിലേക്കുള്ള പെർമിഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്തിടണം. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസേബിൾ ചെയ്യണം. നിങ്ങൾക്ക് ഇനി പരിചയമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അതിൻ്റെ പെർമിഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഡിസേബിൾ ചെയ്തിടുന്നത് ബെറ്റർ ആയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ഹാക്കേഴ്സിന് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് ഹാക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് അവർക്ക് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള പോസിബിലിറ്റി നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോൺ ആപ്പുകാർക്ക് നമ്മളെ ഭീഷണിപ്പെടുത്താൻ യാതൊരു ഇതുമില്ല, അവർക്ക് നമ്മളെ ഭീഷണിപ്പെടുത്താൻ യാതൊരു കാര്യമില്ല. നേരിട്ട് നിങ്ങളിത് മിസ്യൂസ് ചെയ്യരുത്. അതായത് ലോൺ ആപ്പ് വഴി ലോൺ എടുത്ത ശേഷം എന്തായാലും നിങ്ങൾ ഡിസേബിൾ ചെയ്ത ശേഷം ലോൺ ആപ്പ് എടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് പറ്റിക്കാവുന്ന അങ്ങനെയുള്ള രീതിയിൽ ആരും ചിന്തിക്കരുത്, മിസ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കരുത്. നല്ലൊരു ഇതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസേബിൾ ചെയ്യാം. അതെങ്ങനെ ഡിസേബിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. എന്നിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആപ്സ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓരോ ഫോണിന് ചെറിയ ഡിഫറൻസ് കാണാം ഓപ്ഷൻസിൽ. അതിൽ പെർമിഷൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണാൻ സാധിക്കും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ പെർമിഷൻസ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അന്നേരം ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ എന്തൊക്കെ പെർമിഷൻ എനേബിൾ ആയി കിടക്കണം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കോൺടാക്റ്റ് നോക്കണം, അതുപോലെ തന്നെ സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെർമിഷൻ നമ്മൾ നോക്കണ്ടേ. കോൺടാക്റ്റ് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കുക. എന്നാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ കാണാം സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആപ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം കോൺടാക്റ്റിലുള്ള ഡിസേബിൾ ആക്കി ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുക, ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആപ്ലിക്കേഷനോ ലോൺ ആപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഓപ്പൺ ആയി കിടക്കണമെന്ന് നോക്കുക, ഡിസേബിൾ ആക്കി ഇടുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കോൺടാക്റ്റ് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ്, അതുപോലെ ലൊക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം ഡിസേബിൾ ആക്കി ഇടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ഹാക്കേഴ്സിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ഫോണിനെയും നമ്മുടെ ഡേറ്റയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും ചതിപ്പെട്ടുണ്ടെങ്കിൽ ആരും ഇങ്ങനെ പാനിക്ക് ആവരുത്. സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് ഇഷ്ടമുള്ളൂ. അവർ 2 ആഴ്ചത്തെ ഡിസ്റ്റർബൻസ് ഒക്കെ അവരുണ്ടാക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അതുപോലെ തന്നെ അവരെ വിളിക്കുന്നത് വെച്ചാൽ പാകിസ്ഥാൻ, നേപ്പാൾ പോലുള്ള കൺട്രികളിൽ നിന്നുള്ള വാട്സാപ്പ് നമ്പറുകളിൽ നിന്നാണ് അവർ നമ്മളെ മെസ്സേജ് അയക്കുകയും കോൺടാക്ട് ചെയ്യുന്നത്. അവർക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല, ഹിന്ദിയിലൊക്കെ ആയിരിക്കും നമ്മളെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ അവർ കോൾ ചെയ്യുന്നത് വെച്ചാൽ നെറ്റ് കോളിംഗ് ആണ് ചെയ്യുന്നത്. അവർ ഡയറക്റ്റ് ഒരു ഫോണിൽ നിന്ന് കോൾ, കാരണം ഡയറക്റ്റ് ഒരു ഫോണിൽ നിന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിടിക്കപ്പെടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നത്തിൽ ആരും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ആരും പാനിക്കൊന്നും ആവേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. ഇതറിയില്ലാത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.